തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് നടന്ന കൂട്ടക്കൊലപാതകം ഫെബ്രുവരി 4-ാം തീയതിയാണ് നടന്നത്. പക്ഷേ ഇപ്പോഴും യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും മലയാളികൾക്ക് സംഭവമാണ് അഫാന്റെ കൊലപാതകം. 5 പേരെ അയാൾ ഒറ്റ ദിവസം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുറ്റിക കൊണ്ട് അടിച്ചു മൃഗീയമാണ് കൊലപ്പെടുത്തിയത്. സ്വന്തം പെറ്റുമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെടുകയുണ്ടായി. തക്ക സമയത്ത് പോലീസ് അവിടെ എത്തിയപ്പോൾ അഫാന്റെ ഉമ്മ ഷെമിക്ക് അല്പം ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവരെ മെഡിക്കൽ കോളേജിലേക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പൊതുപ്രവർത്തകനായ ഷിഹാബ് പുത്തൂർ ആണ് ഇവരെപ്പറ്റി നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അഫാന്റെ കാമുകിയായ ഫർസാനയുടെ വീടിന്റെ സമീപത്ത് താമസിക്കുന്നവരാണ്. ഫർസാനയുടെ കുടുംബത്തിനെ കൂടുതൽ അറിയുന്ന വ്യക്തിയുമാണ് ഷിഹാബ് പുത്തൂർ. അദ്ദേഹം പറയുന്നത്, ഫർസാനയുടെ കുടുംബം നല്ലൊരു സഹകരണമായിരുന്നു. ഫർസാനയാണെങ്കിൽ പഠനത്തിൽ വളരെ മിടുക്കിയായിരുന്നു. അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കുമായിരുന്നു. ആ ദിവസമാണ് അഫാൻ എന്ന മൃഗത്തിന്റെ വീട്ടിലേക്ക് അവളെ ക്ഷണിച്ചു കൊലപ്പെടുത്തിയത്. മാതൃവാത്സല്യം കൂടിയതുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ പിതാവ് വന്നപ്പോഴും പറയുന്നു, കൃത്യമായ കടങ്ങളേ ഉള്ളൂ, എന്നാൽ അതിനേക്കാൾ കടമുള്ളതായി അഫാന്റെ പിതാവിന് പോലും അറിയില്ല എന്നായിരുന്നു പറയുന്നത്. അതുകൊണ്ടായിരിക്കാം അഫാന്റെ മാതാവ് താൻ കട്ടിലിൽ നിന്ന് വീണതെന്ന് പറഞ്ഞത്. അതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹം 7:10 മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നു. ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും മുൻപന്തിയിൽ നിന്നത് ഷിഹാബ് പുത്തൂർ എന്ന പൊതുപ്രവർത്തകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഊർജ്ജസ്വലതയോടെ കേസ് മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നു. അതുപോലെ വെഞ്ഞാറമൂട് പ്രദേശവാസികൾ 2 തരം സങ്കടങ്ങളാണ് ഉണ്ടായത്. അതായത് സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു. ഒന്നാമത്തേത് ഡോക്ടർ ഷഹാനയുടെ ആത്മഹത്യ. ഞങ്ങളുടെ നാടിനെ പിടിച്ചുലച്ച സംഭവമാണ്. വളരെയേറെ പ്രതീക്ഷയോടു കൂടിയാണ് നാട്ടുകാർക്ക് സേവനമനുഷ്ഠിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. PG കഴിഞ്ഞ് അവൾ ഡോക്ടർ പഠിക്കുകയായിരുന്നു. ആ മോളുടെ ആത്മഹത്യ വളരെ സങ്കടകരമായ വാർത്തയായിരുന്നു. സമാധാനത്തോടെ ജീവിച്ച ഞങ്ങളുടെ നാടിന് ഇത് സംഭവിക്കരുതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ ഞെട്ടലിൽ നിന്ന് മുക്തമാവാതെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ വാർത്ത കൂടി ഞങ്ങളുടെ നാട്ടിൽ അരങ്ങേറിയത് എന്ന് ഷിഹാബ് പുത്തൂർ എന്ന പൊതുപ്രവർത്തകൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി.